ഹായ് നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്ന് ഒരു ഓണാഘോഷ പരിപാടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷ പരിപാടിയാണ്. ഓണം കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പരിപാടി തുടങ്ങിയെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാം. അതുകൂടാതെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടിപ്പുറത്ത് ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓണാഘോഷ പരിപാടിക്ക് പോകാം. ഓണസദ്യയൊക്കെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഓണപരിപാടികളിലേക്ക് കടക്കുകയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ കൊച്ചു കേരളമാണല്ലോ. അത്തപ്പൂവ്, ഓണസദ്യ, തുമ്പിതുള്ളൽ, വള്ളംകളി, ഊഞ്ഞാലാട്ടം, തിരുവാതിരകളി, അങ്ങനെ അങ്ങനെ നീണ്ടുപോകും നമ്മുടെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ആരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടിയും നമ്മൾ ഓരോരുത്തരും ഈ കുടുംബത്തിന്റെ നട്ടെല്ലും തൂണുമാണ്. ഓണത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ കഥകൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഓണത്തിനെ കുറിച്ചുള്ള കഥകളും ഒക്കെ നമ്മൾ വർഷങ്ങളോളം കേട്ട് നമ്മൾ തഴപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഓണത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മാത്രം പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു.
റൗണ്ട്സിന് പോയാലോ ചോദിച്ചത്. റൗണ്ട്സിന് പോകാൻ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളാം. എല്ലാത്തിനും കൂടെ ഇവിടെ ഒരാളെ ഉള്ളൂ, ബാക്കിയൊക്കെ ലീവ് എടുത്ത് പോകുമ്പോ ആലോചിക്കണം. എന്താ പറഞ്ഞത്? കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഞാൻ പ്രതീക്ഷ പോലെ അത്ര സൗന്ദര്യമൊന്നുമല്ല. അതങ്ങനെ ചോദിച്ചത്. താനെന്നെ കാണാൻ പോണാണ്. ആണെങ്കിൽ ചീട്ടെടുത്തിട്ടുണ്ടോ? ചീട്ടെടുക്കാൻ ഞാൻ തത്തമ്മയാണ്. സിസ്റ്റർ ഇവിടെ വരും, ഇവിടെ വരും. സിസ്റ്റർ ഇവിടെ വരും. കൊള്ളാതെ കാരണം ഈ ഹണ്ടാരിയുടെ മുറിവ് പച്ചയ്ക്ക് ശിക്ഷിക്കണം, പച്ചയ്ക്ക്. അപ്പൊ മയക്കണ്ടേ? ചെന്ന് കയറിപ്പെടാം, നിന്നെ മയക്കാൻ നോക്കി. സ്ത്രീകൾ അറിയണം, പറയും ഞാൻ. സ്ത്രീകൾ അറിയണം തന്നെ പോലുള്ളവർ നാണം കിടണം. സിസ്റ്റർ ഇവിടെ വരും. സിസ്റ്റർ അല്ലേ പറഞ്ഞത് ഞാൻ മാത്രമേ കട്ടിലേക്ക് കിടന്ന് മൂത്രം ഒഴിക്കാറുള്ളൂ എന്ന്. ഇങ്ങോട്ട് ഓണത്തിന്റെ ഒരു ചെറിയ സന്ദേശം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എത്ര നാഗരികതയിൽ വളർന്നാലും എത്ര യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും ഒരിത്തിരി കൊന്നപ്പോൾ. കര കുളം കുളം കര കുളം കര കര കുളം കര കര കുളം 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 കര കുളം കര കുളം കരയിൽ പ്രാവശ്യം വിജയിയായിരിക്കാണ് ചിന്തുമല്ലോ. Aiden and second, Minu and third, Febin. Well done. Start. Sadar is the winner. Vinesh is second. Vexala is third. 1, 2, 3, start. Come on. 2, 3, start. Two, three, start. Very good, Febin. Very good. Yeah. Febin first, Aiden second, and Rian third. Yeah, very good. Well done. Yeah. Go back and start again. Keep coming, Sandra. Keep coming. Very good, Sandra. Keep going, Sandra. Yes. Puli varunne. Puli varunne. Puli varunne. Puli varunne. Puli varunne. രണ്ട് കാലം നടക്കുന്ന ഈ പുലിയെ ഒരു വിചിത്ര ജീവിയായി കാണരുത്. കുപ്പായം മുടത്തു മണ്ഡല കാലത്തെ നടുക്കിരുന്നവളാണ് നടുക്കിരുന്നവളാണ് on the
നമ്മുടെ പരിപാടികളെല്ലാം തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരുടെയും കോപ്പറേഷൻ വളരെ താങ്ക്സ്. എന്റെ കാര്യം പറയണം, ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു, ഓരോരുത്തരും എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വൈകി വന്നൊരു ആഘോഷമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അടിച്ച് പൊളിച്ച് തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. കുറച്ച് പേരായിട്ടുള്ള ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ കൂടിയും എല്ലാവരും ഓരോരുത്തരും ഓരോ ഫാമിലിയും ഓരോ ഡിഷസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. നാട്ടിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ആഘോഷിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇത് ഒരു കുടുംബമായി കണ്ട് അത് ആഘോഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു, നല്ല രീതിയിൽ തന്നെ എല്ലാം കൊണ്ടും അടിച്ച് പൊളിക്കുക തന്നെ ചെയ്തു. വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടിപ്പുറത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.